അങ്ങനെ മമ്മൂക്കയുടെ 100 കോടി പദ്ധതിയിൽ ആഷിറും ഒരു അംഗമായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അപ്ഡേറ്റ്സുകൾ പുറത്തു വരുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്ന മമ്മൂക്കയുടെ നിധി സഹദേവ് ഫിലിമിൽ ആഷിറും ഉണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഹേറ്റേഴ്സിന് അടിയുണ്ടാക്കാൻ ഒരു കാരണം കൂടി ആയിട്ടുണ്ട്. ഇനി മമ്മൂക്കായിട്ട് 100 കോടി ഇതുപോലെ കൊളാബറേഷൻ വെച്ച് അടിച്ചാലും നമുക്കിനി ഇതുപോലെ 100 കോടി എന്ന് പറഞ്ഞ് കിടന്ന് കരയാൻ പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും മമ്മൂക്കായ്ക്ക് 100 കോടി ഇല്ല എന്നുള്ള രീതിയിലുള്ള ഫാൻ ഫൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേറ്റേഴ്സും തമ്മിലുള്ളത് കാണാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പുതിയൊരു വെർഷനാണ് ഇപ്പോൾ കറന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കാക്ക് 100 കോടി പദ്ധതി. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന മമ്മൂക്ക, നസ്ലിൻ, ആസിഫ് അലി ഇവര് 3 പേരുടെയും കോംബോയിൽ ഒരു സിനിമയായിട്ട് അനൗൺസ് ചെയ്തിരുന്ന ആ ഒരു സിനിമയുടെ അപ്ഡേറ്റ്സ് വന്ന സമയത്ത് നസ്ലിന് മൊത്തൊരു കൊളാബറേഷൻ വരുന്നു എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയതാണ് മമ്മൂക്കായ്ക്ക് ഒരു 100 കോടി പദ്ധതി. 100 കോടി കളക്ട് ചെയ്യാൻ കെൽപ്പുള്ള ഓരോ സ്റ്റാറുകളുടെ കൂടെ 100 കോടി ഇല്ലാത്ത പ്രോബ്ലമായി കാണുന്ന അല്ലെങ്കിൽ അതൊരു കുറവായി കാണുന്ന ഹേറ്റേഴ്സ് അതൊരു റീസൺ ആയിട്ട് എടുക്കും. നസ്ലിന്റെ കൂടെ ഒരു കൊളാബറേഷൻ വരുന്ന സമയത്ത് അതൊരു 100 കോടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹാഷിറിന്റെ ഒരു കൊളാബറേഷൻ വരുന്ന സമയത്ത് അതും ഒരു 100 കോടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. റീസെന്റ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ മോഹൻലാലുമായിട്ട് ഒരു കൊളാബറേഷൻ ചെയ്യുന്നത് അടുത്തൊരു 100 കോടി പദ്ധതിക്ക് വേണ്ടിയാണ്. ഈ രീതിയിലുള്ള ഒരുപാട് കമന്റ്സും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മമ്മൂക്കയുടെ 100 കോടി അടിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു റീസെന്റ് ഇറങ്ങിയ പാട്രിയോട്ട്. അതിന്റെ ഒരു ഫൈനൽ കളക്ഷൻ എന്താണെന്നുള്ളത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പാട്രിയോട്ട് എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് അതിന് നെഗറ്റീവായിട്ട് തിരിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് വരുന്ന ഒരു സിനിമ അതൊരു സ്റ്റാർഡം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അന്ന് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ ആരും യോജിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇത് തന്നെയാണ് ഞാൻ ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, ആ സിനിമ അപ്ഡേറ്റ്സുകൾ വരുന്നതിന് മുമ്പ്, ഇവർ അപ്ഡേറ്റ്സുകളൊക്കെ ഡള്ളായിരുന്ന സമയം തൊട്ടേ ഞാൻ പറയുന്ന കാര്യം അതാണ്. പാട്രിയോട്ട് എന്ന സിനിമ ഒരു ബോർ പടമായിരിക്കും എന്നുള്ള രീതിയിലല്ല. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ഒരു റീയൂണിയൻ വരുന്ന സമയത്ത് നീ എത്ര സിനിഫൈൽ അല്ലാത്ത ഒരാളാണെങ്കിലും, എത്ര കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും, ഈ രണ്ടുപേരും ഒരു സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു രോമാഞ്ചം എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു റീയൂണിയനാണ്. അതിനിപ്പോൾ എത്ര നല്ല ക്യാരക്ടർ ആണെങ്കിലും, എത്ര നല്ല സംഭവമാണെന്ന് ഡയറക്ടർ പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്വാഭാവികമായും ഓഡിയൻസ് ഈ രീതിയിലേ ചിന്തിക്കൂ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയല്ല എന്നുള്ളതാണ്. ഈ കാര്യം നമ്മൾ മുൻകൂട്ടി പറഞ്ഞ സമയത്ത് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും പറയാറ്, മോളിവുഡ് ആയാലും ഏത് സിനിമയായാലും അതിന്റെ കോർ കണ്ടന്റ് തന്നെയാണ്. പക്ഷേ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന സിനിമയാകുന്ന സമയത്ത് അവിടെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് കണ്ടന്റിനേക്കാൾ കൂടുതൽ അവരെ ആ ഒരു പ്രസൻസിനെ അവർക്ക് ഒരു മെമ്മറി ആയിട്ട് വീണ്ടും ഹോൾഡ് ചെയ്യണം കുറേ കാലം കൂടി. അപ്പോൾ ആ ഒരു മെമ്മറി ഒന്നും കൂടി ബൂസ്റ്റ് ആവുന്ന രീതിയിൽ വേണമായിരുന്നു പ്രസന്റ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു സിനിമയിൽ വേണമായിരുന്നു ഇവരുടെ റീയൂണിയൻ. ഒരു ബിഗംസ് റീയൂണിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിലൂടെ ഈ സിനിമയെ അവർ പ്രൊമോട്ട് ചെയ്തു. അവർ എത്ര പ്രൊമോഷനിൽ വന്നിട്ട് ഈ സിനിമയിൽ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞാലും ഓഡിയൻസിന് വേണ്ടത് ഇങ്ങനെ 2 ആക്ടേഴ്സ് ഒന്നിക്കുമ്പോൾ, അത് നോട്ട് ചെയ്യണം, ഇങ്ങനെ 2 പേര് ഒന്നിക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷം അവർ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് ആദ്യം വേണ്ടത്. മമ്മൂക്ക സിനിമകൾ ഇതുപോലത്തെ വില്ലൻ ഷെയ്ഡും നെഗറ്റീവ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളും ഒക്കെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് മമ്മൂക്ക കരുതി. അതാണ് മമ്മൂക്കക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ 100 കോടി പദ്ധതി, ഈ ഒരു ഡയലോഗ് എല്ലാവരും ഫാൻ ഫൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മമ്മൂക്ക എന്തുകൊണ്ട് മമ്മൂക്കക്ക് 100 കോടി കിട്ടുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മമ്മൂക്ക ചൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ഫിലിംസും അതൊരു 100 കോടി ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമകളല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആൻസർ. ഓരോ പുതുമുഖ ആക്ടേഴ്സ് വന്നിട്ട് പുഷ്പം പോലെ 100, 200 വന്ന് അടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു സ്റ്റാറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടറിന് എന്തുമാത്രം 100 കോടികൾ ഇപ്പോൾ ഉണ്ടാക്കി എടുക്കാമായിരുന്നു. പക്ഷെ മമ്മൂക്കയുടെ ചോയ്സസ് അതല്ല എന്നുള്ളത് മമ്മൂക്ക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഒരു ആക്ടർ അല്ലെങ്കിൽ അഭിനയത്തെ എങ്ങനെ എത്രത്തോളം ആൾക്കാരെ മുന്നിലേക്ക് കാഴ്ചവെക്കാൻ പറ്റും, എന്നിലുള്ള കഴിവ് എത്രത്തോളം പുറത്ത് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു ക്വാളിറ്റി, ഒരു ഫിലിമോഗ്രാഫിക്ക് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് മമ്മൂക്ക ഫോക്കസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ മമ്മൂക്കയുടെ റീസെൻ്റ് ഉള്ള ഫിലിമോഗ്രാഫി ഒന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഓരോ സിനിമ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ഓരോ സിനിമയുടെ ടൈറ്റിൽ നമ്മൾ വായിക്കുന്ന സമയത്തും ആ സിനിമയിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഒന്നിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓരോ ക്യാരക്ടേഴ്സാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത്. കൊടുമൻ പോറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലിപ്പം നിൽക്കുന്ന ക്യാരക്ടേഴ്സുകൾ മമ്മൂക്ക ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും
ഇമ്പാക്റ്റോടുകൂടി നമ്മളെ മനസ്സിൽ മെമ്മറബിൾ ആയിട്ട് കിടക്കുന്നത്. മമ്മൂക്ക എന്ന് പറയുന്നത് പക്ഷേ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ മെമ്മറബിൾ ആക്കാൻ മാത്രമാണ് ഇപ്പം ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന മമ്മൂട്ടി സിനിമകളുടെ അപ്ഡേറ്റ്സുകൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന എക്സ്പീരിയൻസും കൂടി മമ്മൂക്ക ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. 100 കോടി പദ്ധതി എന്ന് പറയുന്ന ഈ കരച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക തന്നെ 100 കോടി എടുക്കാൻ വേണ്ടിയുള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ള രീതിയിലാണ് മമ്മൂക്കയുടെ വരും സിനിമകളുടെ ആ ഒരു ലൈനപ്പുകൾ നോക്കുന്ന സമയത്ത്. ഇപ്പം നസ്ലിൻ്റെ കൂടെയുള്ള ആ ഒരു സിനിമയായാൽ പോലും, നസ്ലിൻ ആസിഫ് അലി ആ ഒരു സിനിമ ഖാലിദ് റഹ്മാനെ പോലുള്ള ഒരു ഡയറക്ടർ ചെയ്യുന്ന സിനിമയാണ്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തല്ലുമാലയൊക്കെ നമ്മൾ കാണുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത്രയും ഒരു ടെക്നിക്കൽ ബ്രില്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഈ ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അത് പോസിറ്റീവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലുള്ള സ്റ്റാർസിൻ്റെയും എല്ലാവരുടെയും ആ ഒരു സിനിമയുടെ ക്വാളിറ്റി വെച്ചിട്ട് എന്തായാലും അതൊരു നല്ല മാർക്കറ്റ് ഉണ്ടാവും. അതൊരു 100 കോടി അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉള്ള സിനിമയാണ്. അതുപോലെ തന്നെ ക്യൂബ്സിൻ്റെ ബാനറിൽ ഒരു സിനിമ മമ്മൂക്കയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അവരുടെ പ്രൊമോഷൻ, ഇപ്പം തന്നെ കാട്ടാളൻ്റെ പ്രൊമോഷനൊക്കെ നമുക്കൊരു ഹൈപ്പില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് മാർക്കോ യൂണിവേഴ്സ് ആണെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്ന് അത് വെച്ച് അവർ ആ ഒരു ക്യൂബ്സ് ആ ഒരു സിനിമയെ എങ്ങനെയാണ് പുഷ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു സിനിമയെ ഈ ഒരു 100 കോടി കളക്ഷനിലേക്ക് എത്തിക്കാൻ കാലിബർ ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ആ രണ്ടാമത്തെ നിതീഷ് സഹദേവ് സിനിമ. ഫാലിമീഡിയ ഡയറക്ടർ, പിന്നെ ഏറ്റവും ലാസ്റ്റ് ജീവ വെച്ചൊക്കെ ഒരു സിനിമ എടുത്തിട്ടുണ്ടായി തമിഴിൽ. ആ ഒരു ഡയറക്ടർ മമ്മൂക്കയോടൊത്ത് ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയും ഹാഷിറും ഒത്തുള്ള ഒരു കൊളാബറേഷൻ വരുന്നു എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് എത്ര കൺഫേം ആണെന്നുള്ളത് നമുക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിലാണ് ഈ ഹേറ്റേഴ്സ് കിടന്ന് കരയുന്നത്. ഇനി 100 കോടിയായിട്ട് കിട്ടിപ്പോയി കഴിഞ്ഞാൽ ഇനി ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് കിടന്ന് കരയാൻ പറ്റില്ലല്ലോ. ഈ മമ്മൂക്കയുടെ ഒരു ആക്ടിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇനി എന്തായാലും അദ്ദേഹത്തിന് ഇല്ലാത്തൊരു റീസൺ ഇപ്പം ഈ പറയുന്ന പോലെ 100 കോടി ഇല്ലല്ലോ. ആ ഒരു സംഭവം വെച്ചാണ് അവർ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. ഇനി അതും കൂടി മമ്മൂക്ക അടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇനി അതും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഈ കിടന്ന് കരയുന്ന കരച്ചിലിനി എന്താ ഒരു റീസൺ പറഞ്ഞ് കരയും. അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കൺസേൺ. ഇതിപ്പോൾ ഒരു ഹേറ്ററായിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പൊളിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ കമൻറ്റിൽ എന്തായാലും കരയുകയും ചെയ്യും. റിയൽ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള നല്ലൊരു ഫാനാണ് ലാലേട്ടൻ, മമ്മൂക്ക ഫാനാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിക്കളിയാക്കുന്നതിനേക്കാൾ കൂടുതൽ അവരവരുടെ സ്റ്റാർസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനേ ശ്രമിക്കൂ. അല്ലാതെ മറ്റൊരു സ്റ്റാർസിന് വേണ്ടി ഇതുപോലെ നെഗറ്റീവ് ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടാക്കിയിടുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സൊക്കെ അതെടുത്തൊരു കണ്ടന്റ് ആക്കും. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. ഇതൊക്കെയാണ് ഇനി മമ്മൂക്കയുടെ വരാനിരിക്കുന്ന 100 കോടി എക്സ്പെക്ട് ചെയ്തുള്ള സിനിമകൾ. കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു പദയാത്ര എന്ന് പറയുന്ന ഒരു സിനിമ, ഇപ്പോൾ അതിന്റെ ഷൂട്ടും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. പണ്ട് നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്ന വിധേയൻ, അതുപോലത്തെ ആ ഒരു അടൂരിന്റെ കൂടെ വീണ്ടും ഒരു കൊളാബറേഷൻ വരുന്ന സിനിമയാണ് ഇത്. കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മമ്മൂക്ക എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു എക്സ്പെരിമെന്റൽ ടൈപ്പ് ഒരു മൂവിയാണ് ഈ പദയാത്ര എന്ന് പറഞ്ഞ സിനിമ. ബാക്കിയുള്ള ഈ 3 സിനിമകളും ഏകദേശം ഈ പറയുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു സർക്കസ് ബേസ് ചെയ്തത്, ഗ്യാങ്സ്റ്റർ ബേസ് ചെയ്തത്, ഇങ്ങനത്തെ കുറച്ച് ഒരു 100 കോടി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫോർമാറ്റിലുള്ള സിനിമകളാണ് ഞാൻ പറഞ്ഞ ബാക്കി 3 സിനിമകളും. ഇനി എൻ്റെ ഒരു കാര്യത്തിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ആക്ടറിന് 100 കോടി കിട്ടിയില്ലല്ലോ എന്ന് എനിക്കൊരു, ആ സിനിമയ്ക്ക് 100 കോടി കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു സിനിമ ഭീഷ്മപർവമാണ്. മമ്മൂക്ക ചെയ്തതിൽ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു 100 കോടി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ മൂഡ് ഇല്ലാത്ത ഒരു തട്ടുപൊളിപ്പം മാസ് പടം എന്ന് പറയില്ല, നമ്മൾ ഈ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമ, അത് ഭീഷ്മപർവമാണ്. ഇപ്പോൾ റോഷാക്ക് ആയാലും അങ്ങനത്തെ കുറേ നല്ല കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു എക്സ്പെരിമെന്റൽ മൂടുള്ള സിനിമകളാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിലല്ല ഭീഷ്മപർവം. അതൊരു മാസ് മസാല പരിപാടിയാണ്. അയാളുടെ സ്റ്റാർഡത്തിനെ ഏത് രീതിയിലൊക്കെ പ്രസന്റ് ചെയ്ത ആൾക്കാർക്ക് ഗൂസ്ബംസ് ഫീൽ ചെയ്യും, അവർക്ക് അത് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്ന ഡയറക്ടറാണ് അമൽ നീരദ്. ആ രീതിയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സിനിമയ്ക്ക് ഒരു 100 കോടി ഡിസർവ്ഡ് ആയിരുന്നു. പക്ഷേ മമ്മൂക്കായ്ക്ക് ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു മാസ് ഓഡിയൻസ് എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ഫാൻസ് ഒക്കെ കുറവാണ്. അല്ലെങ്കിൽ എല്ലാവരും പോയി സിനിമ കാണുന്ന ടൈപ്പ്. ഈ ഒരു സിനിമയെ കുറച്ചും കൂടി വെളിയിലോട്ട് പുറത്തോട്ടൊക്കെ ആ രീതിയിലൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ എന്തായാലും പുഷ്പം പോലെ ഭീഷ്മപർവം എന്ന സിനിമ ഇന്ന് 100 കോടി കളക്ഷൻ എത്തിയ ഒരു സിനിമയായിരുന്നു. ഇതുവരെ ചെയ്തിരിക്കുന്ന ഈ ഒരു റീസെന്റ് ലൈനപ്പ്, ആ കൊറോണയ്ക്ക് ശേഷമുള്ള ലൈനപ്സ് എടുത്ത് നോക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും അത്തരത്തിലൊരു 100 കോടിയൊക്കെ ഡിസർവ് ചെയ്യുന്ന സിനിമകൾ തന്നെയാണ്. പക്ഷേ ഭീഷ്മപർവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതൊരു കംപ്ലീറ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഇനി എന്തായാലും ഇനി വരാൻ പോകുന്ന ഈ സിനിമകളിലൊക്കെ അത് കിട്ടും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തെ സെൽഫായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന 100 കോടിയിലും അവരുടെ മറ്റ് ഹേറ്റ് ആയിട്ടുള്ള ഈ ഡയലോഗ് കേട്ടുകൊണ്ട് അധികം അതിനെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇപ്പം നോർമൽ ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹേറ്റ് അല്ലെങ്കിൽ 100 കോടിയില്ല 100 കോടിയില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും
വരുന്ന സിനിമകൾ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്ന സിനിമകളെല്ലാം 100 കോടി കിട്ടാൻ വേണ്ടിയുള്ള സിനിമകളായിട്ടല്ലേ കമ്മിറ്റ് ചെയ്യൂ. പക്ഷെ മമ്മൂക്ക അത് ചെയ്യുന്നില്ല. ഇപ്പം റീസെൻ്റ്ലി ആണ് ഈ സിനിമകൾ പോലും 100 കോടിക്ക് വേണ്ടി ചെയ്യുന്നതാണോ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ അവർ റീസെൻ്റ്ലി ചെയ്ത സിനിമകളെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു കൊളാബറേഷൻ ഈ പറയുന്ന രീതിയിലൊരു പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ മമ്മൂക്ക സ്വയം ചിന്തിക്കുക, അതായത് എനിക്ക് 100 കോടി വേണമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ ആരൊക്കെ സിനിമ കണ്ടില്ല എന്ന് പറഞ്ഞാലും ആ സിനിമ 100 കോടി വേണമെന്ന് മമ്മൂക്ക വിചാരിച്ച് ആ രീതിയിലുള്ള ഒരു ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്ത് ഇപ്പോൾ അമൽ നീരദോ തരുൺ മൂർത്തിയോ ഇങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഡിയൻസ് ഉള്ള ഡയറക്ടറിനെ ചൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പുറത്തും ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തൊരു സിനിമ മമ്മൂക്ക ഇറക്കിയാൽ, ഭീഷ്മയൊക്കെ പോലെ സിനിമ ഇറക്കിയാൽ, ഇപ്പോൾ ബിലാലിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നില്ലേ, ഒരു സിനിമ അങ്ങനെ ഇറക്കിയാൽ ഈസി ആയിട്ട് മമ്മൂക്കായെ കൊണ്ട് 100 കോടിയൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. അത് മമ്മൂട്ടി ഒന്നും ആക്ടറിന് കഴിവില്ലാത്തതുകൊണ്ടോ ഫാൻ പവർ ഇല്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. മമ്മൂക്ക ചൂസ് ചെയ്ത സിനിമകളും നമ്മളൊരു കാര്യം പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേൺ അനുസരിച്ചുള്ള ഓഡിയൻസേ നമുക്ക് ഉണ്ടാവുള്ളൂ. മമ്മൂക്കയുടെ 100 കോടി പദ്ധതി വളരെ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ലോഡ്ലർ ഫാമിലിയിൽ 7000 ഫാമിലി മെമ്പേഴ്സ് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുക. എന്നാലേ നമുക്ക് ഇതുപോലെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റൂ. ഹേറ്റേഴ്സിന് വിഷമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി തൊലയ്ക്കുന്നത്. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ 2 സ്റ്റാർസിനെയും വളർത്തിയെടുക്കണമെന്ന്. റീസെൻറ്റ് വീഡിയോസ് ഇതാ ഇവിടെ കൊടുത്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.